ഫ്രണ്ട്സ്, റംസാൻ ഈവനിന് വേണ്ടി ഒരു ഗ്ലൂവാളിന്റെ സ്കിന്ന് ഗെയിമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പച്ച കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഒരു മുതലയോടെ നമുക്ക് ഇവിടെ പിക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗ്ലൂവാളിന്റെ സ്കിന്ന് റംസാൻ ഈവന്റിൽ വരുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലൂവാളിനെ കുറിച്ച് ഇതുവരെയും നമ്മുടെ ഗരീന ഫ്രീ ഫയർ എവിടെയും ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു വെബ് ഇവന്റിലൊന്നും ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. നമ്മൾ ഗെയിമിന്റെ അകത്ത് മറ്റേത് ഇവന്റിൽ നോക്കിയാലും നമുക്ക് ഗ്ലൂവാളിന്റെ സ്കിന്ന് കാണാൻ സാധിക്കില്ല. ഇന്ത്യൻ സെർവറിൽ മാത്രമല്ല, ഈ സിംഗപ്പൂർ സെർവറിലും പിന്നെ ബംഗ്ലാദേശ് സെർവറിലൊന്നും നമുക്ക് ഒരു ഇവന്റിൽ അതായത് ഗ്ലൂവാളിന്റെ സ്കിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ പാകിസ്ഥാൻ സെർവറിൽ ബ്ലെസ്സിംഗ് ഓഫ് ദ റമദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് വന്നിരിക്കുന്നത്. അതായത് ഒരു മൈൽ സ്റ്റോൺ ഈവന്റ് ആണ്. ഇവിടെ ഗരീന ഫ്രീ ഫയർ പറഞ്ഞിരിക്കുന്നത് ഒരു മൈൽ സ്റ്റോൺ നൽകിയിട്ടുണ്ട്. ആ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്താൽ എല്ലാ സെർവറിലേക്കും ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിൻ ലഭിക്കുമെന്നാണ്. നമുക്ക് ടോപ്പിൽ കാണാം അച്ചീവ് മൈൽ സ്റ്റോൺ ഗെറ്റ് ഓൾ സെർവർ റിവാർഡ്. ഇത് കൂടാതെ ഗരീന ഫ്രീ ഫയർ മറ്റൊരു പോസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൈൽ സ്റ്റോൺ അവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ സെർവറിലേക്കും വേണ്ടി ഫ്രീ ആയിട്ട് ഗ്ലൂവാളിന്റെ സ്കിൻ നൽകാൻ പോവുകയാണെന്നാണ് ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് താഴെ ലോഗിൻ ടു ദി ഗെയിം ആൻഡ് എക്സ്ചേഞ്ച് ദി എക്സ്ക്ലൂസീവ് റിവാർഡ് നൗ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അൺലോക്ക്ഡ് ഫോർ ഓൾ സർവേസ്, എല്ലാ സർവറിലും നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. അത് മാത്രമല്ല, റംസാൻ ഈവനിന്റെ പീക്ക് ഡേ നമുക്ക് ഏപ്രിൽ 21 മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആയാൽ എല്ലാ സർവറിലേക്കും ഈ ഒരു ഗ്ലൂവാൾ സ്ക്രീൻ നൽകാൻ പോവുകയാണെന്നാണല്ലോ ഫ്രീ ഫയർ പറഞ്ഞത്. എല്ലാ സർവറിലേക്കും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള സർവറിലേക്ക് ചെക്ക് ചെയ്ത് നോക്കി ഫ്രണ്ട്സ്. അവിടെയും ഇതുപോലൊരു ഈവന്റ് വന്നിട്ടുണ്ട്, ഗ്ലൂവാൾ സ്ക്രീൻ നൽകാനായിട്ടുള്ള ഈവന്റ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സർവറിൽ ഇതുവരെയും ഇതിനെക്കുറിച്ചൊന്നും ഒരു പോസ്റ്റ് പോലും വന്നിട്ടില്ല ഫ്രണ്ട്സ്. മിക്കവാറും നമുക്ക് അടുത്ത് തന്നെ വന്നേക്കാം. ബാക്കിയുള്ള പല സർവറിലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ടു ഓൾ സെർവർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ സെർവറിലും നമുക്ക് ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിന് ലോഗിൻ റിവാർഡിൽ നമുക്ക് ലഭിച്ചേക്കാം ഫ്രീ ആയിട്ട്. നമുക്ക് വേണം ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിന്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ സെർവറിലേക്കും ആണല്ലോ ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സെർവറിലും കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ സെർവർ നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ ഒരു ഭാഗമല്ല ഒരു ഹായ് ഫ്രണ്ട്സ്, ഇനി ഓരോ മാച്ചും നിങ്ങളൊരു ടീം മാത്രമല്ല നിങ്ങളും കൂടിയാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും റിയൽ മണിയൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും ഈ ഗലോ എക്സ്ചേഞ്ചിൽ. നിങ്ങൾ ഇന്ന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ട്രസ്റ്റബിൾ ആയ ഗലോ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഓൺലൈൻ കാസിനോ ഗെയിംസ് കളിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗലോ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഗൈസ്, ഇവിടെ മോർ ദാൻ 150 ഗെയിംസ് ഒക്കെ ഉണ്ട്. കിടിലം പ്രൈസ് ഒക്കെ വിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് റിയൽറ്റി, അന്തർബഹാർ, പോക്കർ ഇങ്ങനെയുള്ള 150 ഗെയിംസ് ഉണ്ട്. നിങ്ങൾ വിൻ ചെയ്ത കാശ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ സാധിക്കും. 24/7 സർവീസ് ഉണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് 100% വെൽക്കം ബോണസ് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഗലോ എക്സ്ചേഞ്ചിൽ. താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗലോ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വേണ്ടവർ മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. സെർവർ അല്ലേ. ദെൻ ഗൈസ്, ഫ്രീ ഫയറിലേക്ക് മറ്റൊരു ഗ്ലൂവാളിന്റെ സ്കിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഗ്ലൂവാളിന്റെ സ്കിന് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുക ടോപ്പ് അപ്പ് ഇവന്റിലൂടെ ആയിരിക്കും. ഇതുപോലെയുള്ള ഒരു ടോപ്പ് അപ്പ് ഇവന്റ് വന്നേക്കാം. ഒരു 400 ഡയമണ്ട് ടോപ്പ് ചെയ്താൽ ലഭിക്കുക ഒരു ഗ്ലൂവാളിന്റെ സ്കിൻ ആയിരിക്കും. ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിൻ ആയിരിക്കാം. ദെൻ ഗൈസ്, അതിന് താഴെയായിട്ട് മറ്റൊരു സ്കർഫ് ബോർഡ്, അതായത് സ്കൈ ബോർഡിന്റെ സ്കിൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള സെയിം ടോപ്പ് അപ്പ് ഇവന്റ് വന്നേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിന് പിന്നെ നമുക്ക് സ്കേറ്റ് ബോർഡ് കാണാൻ സാധിച്ചേക്കാം. ദെൻ ഗൈസ്, അലാവുദ്ദീനും അത്ഭുത വിളക്കില്ലേ, അതിന്റെ ഒരു ഫെയർ റിവീൽ വന്നേക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ളൊരു എൻട്രി അനിമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഫെയർ റിവീലിൽ ഒരു പായ ഇവിടെ പറക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അതിൽ നിന്ന് നമ്മൾ ചാടി വരുന്നത് ഒരു സാധാരണ നമുക്ക് ഇതിൽ ഭൂതമല്ല ഗൈസ് വരേണ്ടത്, അതിന് പകരം വരുന്നത് നമ്മളാണ്. ഇതാണ് എൻട്രി അനിമേഷൻ. അപ്പോൾ കുഴപ്പമില്ല. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകളൊക്കെ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അതുമാത്രമല്ല, വീഡിയോ എല്ലാ ചങ്കുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. സൈനിങ് ഓഫ്.